ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരിടത്തുമല്ല, നമ്മുടെ സ്വന്തം ടോപ്പ് ഗോൾഫ്. ടോപ്പ് ഗോൾഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ്, ഒരു എൻ്റർടൈനിങ്, ഒരു നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന വേറൊരു ഫ്രണ്ടാണ്, അത് പിന്നീട് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ടോപ്പ് ഗോൾഫ് ഞങ്ങളിപ്പം എല്ലാം നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് ഗോൾഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഫ് കളിക്കുന്നു, അത്ര തന്നെ. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഫുട്ടേജ് എല്ലാം നമ്മൾ അകത്ത് നിന്നിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിക്കോജിക്ക് എന്തെങ്കിലും പറയണ്ട? ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ ഗൈസ്. ടോപ്പ് ഗോൾഫിൽ ഞങ്ങളിപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. അകത്ത് കയറാനായിട്ട് കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഇനി അകത്ത് ചെന്നിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടായിരിക്കും എന്ന്. ഗൈസ്, അപ്പോൾ ഞങ്ങൾക്ക് ബേ കിട്ടിയിരിക്കുകയാണ്. ടോപ്പ് ഗോൾഫിലെ ബേ റെഡി ആയിരിക്കുന്നു. ഞങ്ങളുടെ വേറെ 2 ഫ്രണ്ട്സും വന്ന് ഞങ്ങളിങ്ങനെ ചില്ല് ചെയ്യാൻ പോവുകയാണ് അല്ലേ. എന്താണ് ടോപ്പ് ഗോൾഫിനെ കുറിച്ച് പറയാൻ? എന്താണ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ചില്ല് ചെയ്യാൻ, ഡാർഡസിൽ അത്യാവശ്യം ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ചുമ്മാ വരിക, കുറച്ച് പൈസ പൊട്ടിച്ച് കളയാം. അതെ, കുടിക്കുന്നവർക്ക് കുടിക്കാം, കുടിക്കണ്ടാത്തവർക്ക് അടിച്ചു കളിക്കാം, അടിയോടടി. ഗൈസ്, അപ്പോൾ ടോപ്പ് ഗോൾഫിൽ ഓരോ ബേ നമ്മളിങ്ങനെ ബുക്ക് ചെയ്യണം. പക്ഷേ അവർ നമുക്ക് ബേ നമ്പർ ഇതുവരെ തന്നിട്ടില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ടോപ്പ് ഗോൾഫിൽ ആദ്യമായിട്ടാണോ വരുന്നത്? 3ാമത്തെ തവണയാണോ? അടിച്ച് കണ്ടെത്തി കളയാ. ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന് താങ്കൾക്ക് അറിയാമോ? ഇത് എങ്ങനെയാണ് ഇതിൻ്റെ? കുറ്റിയും പോലും കളിച്ചിട്ടില്ലേ? ബേസിക്കലി അതാണ് സംഭവം. അവനെ നോക്ക്, അവൻ കാണിച്ചു തരും എങ്ങനെ അടിക്കുന്നതെന്ന്. അതെ, ഭയങ്കര പ്രൊഫഷണൽ പ്രോ പ്ലേയേഴ്സ് ആയിരിക്കും. അതെ അതെ. അവൻ നോക്ക്, അവനെ നോക്ക്, അവൻ അടിച്ച് കണ്ടെത്തി കളഞ്ഞിട്ടുണ്ട്. അവനെ നോക്കി, അവനെ നോക്കി, അവനെ നോക്കി, അവനെ നോക്കി, അവനെ നോക്കി. വന്നു പോനെ റോഡിലെത്തിയത്, അത് റോഡിലെത്തി. ഇതില് ബോളൊന്നും കാണുന്നില്ല. ഇത് എവിടെയാണ് സംഭവം? താങ്കൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്താണ് ഇവിടെ ടോപ്പ് ഗോൾഫ് ആണോ? നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ ആയതുകൊണ്ട് ഇവരെ കുറിച്ച് പൊക്കി പൊക്കി പറയണം. കാശൊന്നും തന്നില്ല അവര്. അപ്പോൾ ടോപ്പ് ഗോൾഫിൽ സ്ഥിരം വരാറുണ്ടോ? നിങ്ങൾ ഈ ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും വരാറുണ്ടോ? ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. എപ്പോഴും വരത്തില്ല, വർഷത്തിലൊരിക്കൽ ഇങ്ങനെയൊക്കെ വായിക്കാത്തോട്ട് കയറ്റി. എന്താണ് ടോപ്പ് ഗോൾഫ്? എനിക്ക് കളിക്കാൻ വലുതായിട്ട് അറിയത്തില്ല, എന്നാലും ഒരു ഫണ്ണിന് വേണ്ടി. ഗൈസ്, അപ്പോൾ ടോപ്പ് ഗോൾഫിലെ ആദ്യത്തെ ഘട്ടം തുടങ്ങാൻ പോവുകയാണ്. ഞാൻ കളിച്ച് കാണിച്ചു കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭാര്യയിലേക്ക് മൈക്ക് കൈമാറുകയാണ്. ഓക്കെ, എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. കിട്ടിയില്ല ഗൈസ്. ആദ്യത്തെ ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു, കിട്ടിയില്ല. നെക്സ്റ്റ് അങ്ങ് ദൂരെ എവിടെ റൈറ്റിലോട്ട് പോയി, ഹോളിലൊന്നും വീണില്ല. നടക്കേടാ, ഇങ്ങ് പോരെ, ഇങ്ങ് പോരെ, മതി മതി, ഇങ്ങ് പോരെ. ഗൈസ്, അങ്ങനെ എൻ്റെ ഭാര്യ ടോപ്പ് ഗോൾഫിൽ കുഴപ്പമില്ല കുഴപ്പമില്ല, പോട്ടെ, കുഴപ്പമില്ല കുഴപ്പമില്ല, പതുക്കെ, കൊള്ളാം കൊള്ളാം കൊള്ളാം.
എന്താണ് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഇനി മേലെ കളിക്കരുത്. ഗൈസ്, നമുക്ക് ഇനി പുതുതായിട്ട് വന്ന ആൾക്കാരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ടോപ്പ് ഗോൾഫിലെ അനുഭവം. എങ്ങനെ ഉണ്ടായിരുന്നു ടോപ്പ് ഗോൾഫിലെ അനുഭവം? വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ഞാൻ സാധാരണ ലൈക്ക് ഈ $1 million ക്ലബ്ബുകളിൽ മാത്രമേ കളിക്കാറുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ടോപ്പ് ഗോൾഫ് പോലുള്ള സെറ്റപ്പ് കളിക്കുന്നത്. കുഴപ്പമില്ല, നല്ല അനുഭവമാണ്. നമുക്ക് പ്രശസ്ത റിയൽട്ടറിന്റെ ഭാര്യയോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സൈസ് വെച്ച് ഞാൻ മിനി ഗോൾഫ് മാത്രമേ കളിക്കാറുള്ളൂ. ഗോൾഫ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇപ്പം 8:47 PM. ഞങ്ങൾ തൊട്ടടുത്ത് ഒരു 13 minutes അവേ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോവാം. The name is SOB Funaway Butcher. ഒരു ബർഗർ കടയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരും. പക്ഷെ അവിടെ നല്ല വൈബാണ്, ഇരിക്കാൻ പറ്റിയ ഒരു വൈബ് സ്ഥലമാണ്. അത് ഞങ്ങളിപ്പം കാണിച്ചു തരാം. അത് ഞങ്ങൾ എത്താറായി. ഇത് ഗ്രീൻവിൽ ആവന്യൂ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബാറുണ്ട്. പക്ഷെ പാർക്കിംഗ് ആണ് ഇച്ചിരി പാട്. സോ ഞങ്ങളിപ്പം പാർക്കിംഗ് തപ്പി നടക്കുക. ഇതാ ഗൈസ് സൺ ഓഫ് ബച്ചറിന്റെ ഫ്രണ്ട് ഭാഗം. ഇതൊരു നൈറ്റ് ലൈഫ് സ്ട്രീറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കും ഒരു ബാറും പബ്ബൊക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയ ആണ്. എന്തോ ഏത് ഡ്രിങ്ക് പറഞ്ഞ? ഓ, സ്ട്രോബെറി ലെമണേഡ്. ഓക്കെ, എങ്ങനെയുണ്ട് സ്ട്രോബെറി ലെമണേഡ്? കൊള്ളാല്ലേ? സത്യം പറഞ്ഞ ആരും ഇല്ലാതിരുന്ന ഒരു കടയാണ്. ഇപ്പൊ മൊത്തം ഇന്ത്യക്കാരായി. കടയിൽ ആരുമില്ല. ഞാൻ വിചാരിച്ചു സ്ലൈഡേഴ്സ് കമ്പനി ഇങ്ങനെ മൂന്നുണ്ടായിട്ട് വരുന്നത്. അത് സ്ക്യൂവേഴ്സ് അല്ലേ? അല്ല, അപ്പൊ അവര് ചോദിച്ചപ്പോ ആയിത്തോട്ടൊക്കെ ടൂ മച്ച് ആയാണ്. ഇത് കറക്റ്റാ. നീ 3 ഓർഡർ. ഇവിടെ തുടങ്ങിക്കോ. അപ്പോ സ്ലൈഡേഴ്സ് എല്ലാം വന്നു കഴിഞ്ഞു ഗൈസ്. നിങ്ങൾ ഓർഡർ ചെയ്ത് എന്താണ്? നിങ്ങൾ ഇതിന്റെ പേരെന്താണ്? കണ്ടാലേ അറിയാം, കൊള്ളത്തില്ലാന്ന്. ഓക്കെ. ഓ, നിങ്ങൾ ഇതെന്താണ്? ഈ വള എന്താണ്? വള എന്തോ സവാള കഴിച്ചു തീർന്നു കഴിഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്യാം. ഫുള്ളായില്ലേ? എല്ലാവരും അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോ ഗൈസ്, ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി. മറക്കാണ്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരെയും പറഞ്ഞു വിട്ടില്ല. ഓരോരു പല വഴിക്കായിട്ട് പോയി. ഞങ്ങളിപ്പോൾ കഴിഞ്ഞു, കാറിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, രാത്രിയായി. നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകണം. എനിക്കും നിക്കിക്കും പോകണം. അപ്പോൾ 2 ദിവസം ഓഫ് കിട്ടി. 10 മണി. ഇവിടെ ഇപ്പോൾ 10 മണി കഴിഞ്ഞു, രാത്രി 10 മണി കഴിഞ്ഞു. 2 ദിവസം ഓഫ് കിട്ടിയത് അത് അറിഞ്ഞത് പോലും ഇല്ല, വന്നു പോയി. അപ്പോൾ നാളെ സാറ്റർഡേ മോർണിംഗിൽ 5 മണി തൊട്ട് നമുക്ക് ജോലിയുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക അല്ലേ? അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ലൈഫ് ഓഫ് നീക്ക. പീസ് ഔട്ട്. വഴിന്ന് മാറ ഒരിടത്ത് പോയാലും സമാധാനം തരൂല എന്ന് പറഞ്ഞ കുറെ പേര്. ഈ ഡാലസിന് ഈ
ഓക്കെ ഗൈസ്, അപ്പൊ ബൈ, ടാറ്റാ. Bye.